നല്ലത് ചെയ്താൽ ആലിമീങ്ങളുടെ പ്രവർത്തനത്തിന് കൂട്ടുനിന്നാൽ അവരൊരിക്കലും മറക്കൂല. ഓ യുവാക്കളെ, അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും ആരോഗ്യം തന്നത് എന്തിനാണ്? കുറെ തെറ്റുകൾ ചെയ്യാനാണോ? ചെയ്യുന്ന തെറ്റ് കുറെ വിളിച്ചു പറയാനാണോ? അത്ഭുതം തോന്നിപ്പോയി എനിക്ക്. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാലോ കുറെ തെറ്റ് ചെയ്യുന്ന ആളുകളുള്ള കാലോ നല്ല ഞാൻ പറയുന്നത്. ആ ചെയ്യുന്ന തെറ്റ് പഴയ ഒരു കാലമുണ്ടായിരുന്നു. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, പഴയ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഒരാൾ തെറ്റ് ചെയ്താൽ ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് പറയാൻ അവന് മടിയാണ്. ആളുകളെ മുന്നിൽ വന്നിട്ട് അത് പറയാൻ മടിയാണ്. ഞാൻ ആ തെറ്റ് ചെയ്തയാളാണെന്ന് വിളിച്ചു പറയാൻ മടിയാണ്. ഇന്നൊരു തെറ്റ് ചെയ്താലോ ആ തെറ്റ്, സ്വന്തം ചെയ്ത തെറ്റ് വിളിച്ചു പറയുന്നതിന് മടിയുമില്ലല്ലോ. ഈ അടുത്ത് ഞാനൊരു സ്ഥലത്ത് വാദിന് പോയി. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയില്ല. ആ വാദിന്റെ സദസ്സിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരനോട് അവിടത്തെ ദീനീ സംരംഭത്തിന് വേണ്ടി ചോദിച്ചപ്പോ നല്ല സംഭാവനവും തന്നു. സുബ്ഹാനല്ലാഹ്. വാദ് കഴിഞ്ഞിട്ട് ഞാൻ അതാ എന്റെ കാറിൽ കയറാണ്. അപ്പോഴേക്ക് ഈ ചെറുപ്പക്കാരൻ ഓടി എന്റെ അരികിൽ വന്നിട്ട് എന്നോട് പറയാണ്, എന്താ പറഞ്ഞെന്നറിയോ? ഉസ്താദെ, നാനും ഒരു പെണ്ണും പിർസാക്കിക്കൊണ്ടുള്ള ഖൈറുണ്ടായെങ്കിൽ അതേ പെണ്ണ് കിട്ടുക ദ്വാരക്കുറ ഉസ്താദെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാനും ഒരു പെണ്ണും പിർസാക്കിക്കൊണ്ടുള്ള ആ പെണ്ണിനക്ക് ഖൈറുണ്ടായെങ്കിൽ ആ പെണ്ണ് കിട്ടുക ദ്വാരക്കുറ ഉസ്താദെ. സുബ്ഹാനല്ലാഹ്. നാനും ഒരു പെണ്ണും പിർസാക്കിക്കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ കടുത്ത ഹറാമാണാ ചെയ്യണമെന്നല്ല എന്റെ അർത്ഥം. അല്ലാതെ പിന്നീട് നിക്കാഹ് കഴിക്കുമെന്ന ഉറപ്പുണ്ടെങ്കിൽ പരസ്പരം പ്രണയിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഒരു തെറ്റുമില്ല എന്ന് ആരാ ഇവിടെ പറഞ്ഞത്? ഒരാളും പറഞ്ഞിട്ടില്ല. ഇന്ന് ചില ചെറുപ്പക്കാരും ചില പെൺകുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു ന്യായമുണ്ട്. അതിന് പച്ച മലയാളത്തിൽ പറയുന്ന ഭാഷ മുടന്ത ന്യായം എന്നാ അതിന്റെ അർത്ഥം. ന്യായമല്ല, ന്യായമുണ്ട്. സമത്വ ന്യായമുണ്ട്, മുടന്ത് ന്യായമുണ്ട്. മുടന്ത് ഒക്കെ ഇന്ന് മുടന്ത് ന്യായം പറഞ്ഞു നടക്കാണ്. ദീനിൽ പെടുത്താൻ വേണ്ടി പലതും മുടന്ത ന്യായം പറഞ്ഞു നടക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒന്ന്, നീ എന്തെല്ലാം അവളുടെ പേരോട് പോണ്ടേ, അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് നീ എന്തെല്ലാം, അല്ല ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ നടക്കണേ മാത്രല്ല, ഞങ്ങൾ പിന്നെ മങ്ങിനോ അവിടാൻ. അപ്പൊ പിന്നെ മങ്ങില ആവിടാ ചൊല്ലേക്ക് ഇപ്പൊ ഇതൊരു ശരിവെക്കാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ ചെറുപ്പക്കാരനോട് എന്ത് പറയാനാ? അങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ചെറുപ്പക്കാരനോട് എന്ത് പറയാനാ? സുഹൃത്തുക്കളെ, അതാ പറഞ്ഞത്, ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് നിക്കാഹിന് മുമ്പ്. ആ സ്നേഹം കടുത്ത ഹറാമല്ലേ, കടുത്ത തെറ്റല്ലേ? അത് വിളിച്ചു കൂവുന്നതിന് പോലും ഒരു മടിയുമില്ലല്ലോ. പറയട്ടെ ചെറുപ്പക്കാരെ, റബ്ബ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ യൗവനം, അല്ലാഹ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ ആരോഗ്യം, ആ ആരോഗ്യം തന്ന റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കാതെ റബ്ബ് പൊരുത്തപ്പെടാത്ത പലതിനും അങ്ങ് ചെലവഴിക്കുമ്പോ എനിക്ക് അത് തന്നിട്ട് എന്നെ അനുഗ്രഹിച്ച യജമാനനായ റബ്ബിനോട് കാണിക്കുന്ന ധിക്കാരമല്ലേ? ആ റബ്ബിനെ ഒന്ന് ഇൻസൾട്ട് ചെയ്യലല്ലേ? ആ റബ്ബിനെ ഒന്ന് അപമാനിക്കലല്ലേ? എന്നാൽ റബ്ബ് തന്ന ആരോഗ്യം സുന്നി മഹൽ എന്ന ഈ പ്രദേശത്ത് അൽഹംദുലില്ലാ നല്ല ഒരു ദീനീ സംരംഭം ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ധാരാളം മുതഅല്ലിമുകൾ പഠിക്കുന്നുണ്ട്. അല്ലാഹുവേ, ആ മുതഅല്ലിമുകളെയും ഞങ്ങളെ എല്ലാവരുടെ ദർസുകളിലുള്ള മുതഅല്ലിമുകളെയും ഞങ്ങളെ ദർസുകളിൽ നിന്ന് പഠിച്ച് വേറെ സ്ഥലങ്ങളിൽ പോയി ബിരുദത്തിന് പോയ വിദ്യാർത്ഥികളെയും ബിരുദം വാങ്ങിത്തന്ന് പല സ്ഥലങ്ങളിൽ സേവനത്തിലുള്ള അതേ ശിഷ്യഗണങ്ങളെയും ഞങ്ങളെ എല്ലാവരുടെ സ്വന്തം മക്കളെയും ഇവിടെ മദ്രസയിൽ പഠിക്കുന്ന മക്കളെയും നീ അതേ ഉഖ്റവിയായ അഹ്ലുൽ ഇൽമി, ഇൽമിന്റെ വക്താക്കളിൽ പെടുത്തണേ അല്ലാഹ്. ആ മുതഅല്ലിമുകൾ ഇവിടെ പഠിക്കുമ്പോ, ഓ ചെറുപ്പക്കാരെ, ഇവിടെ എന്ത് വേണം? നിങ്ങൾ കൂടെ നിൽക്കണോ?
കൂടെ നിന്ന് പ്രവർത്തിക്കണോ, എപ്പ വിളിച്ചാലും ഓടിയെത്തണോ, ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കണോ. ഞാനിത് വെറുതെ പറയുകയല്ല. ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു ഈ മുത്തഅല്ലിമുകൾക്കെല്ലാം ഭക്ഷണം ഇവിടെ ഓരോ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ ഉമ്മമാർക്കെല്ലാം സ്വർഗീയ ഭക്ഷണം നൽകണം റഹ്മാനെ. ഒരു നാട്ടിലെ ദർസ്, ആ ദർസ് പിടുത്തം വിടാതെ നല്ല ഗ്രിപ്പോടുകൂടെ നിലനിൽക്കാൻ ഏറ്റവും കൂടുതൽ ആ ദർസിന്റെ കൂടെ നിൽക്കേണ്ടത് ഉമ്മ പെങ്ങന്മാരാ. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ കാലത്ത് പള്ളിയിലെ ഉസ്താദിന് പോലും ചോറ് കൊടുക്കാൻ മടി കാണിക്കുന്ന ചില പെണ്ണുങ്ങന്മാരുള്ള കാലം. എല്ലാവരെ കുറിച്ചല്ല വരട്ടെ, കുറഞ്ഞ വളരെ ന്യൂനപക്ഷമാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ട്. പല ചെറിയ ചെറിയ ന്യായം പറഞ്ഞിട്ടൊക്കെ വേണ്ടാന്ന് വെക്ക. ഹോട്ടലിന്റെ കൊടുക്കൊരു പൈസ കൊടുക്കുന്ന, പൈസ കൊടുത്തിട്ട് ഹോട്ടലിന് തിന്നൊരു കൈബലി കാലുബലി. കൈബലി ഇല്ലാത്ത അങ്ങാറുണ്ട്, കാലുബലി ഇല്ലാത്ത അങ്ങാറുണ്ട്, മുട്ടുനൊമ്പലില്ലാത്ത അങ്ങാറുണ്ട്. അതേ സമയത്ത് വേറെ ചില സ്ത്രീകളുണ്ട്. നാളെ എന്റെ ഉമ്മ പറഞ്ഞു, ഞാനിപ്പോ ഓർക്കാണ്, ഞങ്ങളെ മൂടബിദ്രയിൽ 50 മുത്താലിമുകൾ പഠിക്കുന്നുണ്ട്. ഈ 50 കുട്ടികളും പിന്നെ ഭക്ഷണം കഴിക്കുന്നത് വീട്ടിൽ നിന്നാണ്, ആ പരിസരത്തുള്ള വീട്ടിൽ നിന്നാണ്. അല്ലാഹുവേ, ആ വീട്ടിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ഒരു പെണ്ണുങ്ങള് എന്റെ ഉമ്മാനെ കാണാൻ വേണ്ടി വന്നു. അവിടെ ദർസിന്റെ തൊട്ടടുത്താണ് എന്റെ വീട്. ഉമ്മാനെ കാണാൻ വന്നു. ഞാനൊന്നും അവിടെ ഇല്ല, ഞാൻ അങ്ങനെ വേദന പോയ സമയത്ത് ഉമ്മാനെ കാണാൻ വന്നപ്പോ ആ പെണ്ണുങ്ങൾ 2 മുത്താലിമുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാരിയാണ്. അപ്പൊ എന്നും പിന്നെ നരമ്പ് സംബന്ധമായ രോഗമുള്ളത് കൊണ്ട് മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചിട്ട് സുബഹിക്ക് എണീക്കാനൊക്കെ വലിയ പ്രയാസ. ചില മരുന്നുകളൊക്കെ അങ്ങനെയാണല്ലോ, രാത്രി കഴിച്ചാൽ. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത് തന്നെ വേഗം കഴിക്കണം, രാത്രി ലേട്ടാക്കരുത്, രാവിലെ വേഗം എണീക്കാൻ പ്രയാസാവും ചിലപ്പോ. എന്നിട്ട് പോലും ആ സഹോദരി, ഒരു സഹോദരന്റെ ഭാര്യയാണത്. ആ സഹോദരി 2 മുത്തഅല്ലിമുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ആ സഹോദരി എന്റെ ഉമ്മാനോട് പറയാണ്, ഉസ്താദിനോടൊന്ന് പറയണേ, എന്റെ ഈ അസുഖമൊക്കെ മാറുകയാണെങ്കിൽ വീണ്ടും ഒരു 2 കുട്ടികൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഇവിടെയും അൽഹംദുലില്ലാ ഇവിടെ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ഉമ്മ പെങ്ങന്മാരെന്ന് അറിഞ്ഞപ്പോ വലിയ സന്തോഷം തോന്നിപ്പോയി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മ മുത്തഅല്ലിമുകൾക്ക് ഭക്ഷണം കൊടുത്തവരാരും തന്നെ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ പരാജയപ്പെട്ടിട്ടില്ല. ഈ മുത്തഅല്ലിമുകൾ പഠിക്കുന്നു, അവര് നന്നായി കിതാബ് പഠിക്കണം. മുത്തഅല്ലിമുകളോട് ഞാൻ പറയട്ടെ, എപ്പോഴും ഞാൻ എന്റെ ദർസിലെ മക്കളോട് പറയുന്നത് പോലെ ഞാൻ പറയാണ്, നന്നായി കിതാബ് പഠിക്കണം. ബാക്കിയെല്ലാം പിന്നെയാണ്. ഇപ്പൊ എല്ലാം തിരിഞ്ഞവരാണുള്ളത്, കിതാബ് തിരിയാത്തവര് കൂടിപ്പോയല്ലോ. പഴയ കാലത്ത് ആലിമീങ്ങൾക്ക് പകരം വെക്കാൻ ഇക്കാലത്ത് ഫിഖ് തിരിയുന്ന ആലിമീങ്ങളില്ല. പല സാധ്യതകൾ പറഞ്ഞു വെക്കുന്ന കാലമാണ്, പല നിഗമനങ്ങൾ പറഞ്ഞു വെക്കുന്ന കാലമാണ്. ആധികാരികമായി മസാലകൾ പറഞ്ഞു കൊടുക്കാൻ കെൽപ്പുള്ളവർ കുറഞ്ഞു പോയ കാലമാണ്. ഓ മുത്തഅല്ലിമുകളെ, നന്നായി കിതാബ് പഠിക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു വെക്കുന്നതോടെ എന്റെ വാദ കേൾക്കുന്ന ഈ പരിസരത്തുള്ളവരോടും ഉമ്മമാരോടും പറയണം, ഈ മുത്തഅല്ലിമുകൾ ഇവിടുന്ന് പഠിക്കുന്നു, പഠിച്ച് വലുതാകുന്നു, ഉപരിപഠനത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ പോകുന്നു, മർക്കസിൽ പോകുന്നു, സഖാഫികളായി വരുന്നു, മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങലിൽ ഇഹ്യാഉ സുന്നയിൽ പോകുന്നു, ഹസനിയാകുന്നു. ഇതുപോലെ തന്നെ ജാമിഅ സഅദിയ അറബിയയിൽ പോകുന്നു, അതേ സഅദിയാകുന്നു. വ്യത്യസ്തമായ കോളേജുകളിൽ പോയി ബിരുദം വാങ്ങുന്നു. അവര് പിന്നീട് വന്ന് അതേ ഓരോ സ്ഥലങ്ങളിൽ ഖുത്ബ ഓതുന്നു, ദർസ് നടത്തുന്നു, ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്നു, വഅദ് പറയുന്നു, മദ്രസയിലെ കുട്ടികൾക്ക് അതേ കിതാബ് ഓതി കൊടുക്കുന്നു. ആ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ട് വളർന്നു വലുതായ ഈ മുത്തഅല്ലിമുകൾ പരലോകത്ത് നിങ്ങളെ കൈവിടുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ ഉമ്മമാരെ. അതുകൊണ്ടാണല്ലോ ആലിമീങ്ങളെ കുറിച്ച് പറയുന്നത് കാണാം.
ആലിമീങ്ങളല്ലാത്ത ആബിദീങ്ങൾ, കുറെ ഇബാദത്തെടുത്ത് ജീവിച്ച നല്ല നല്ല സ്വാലിഹീങ്ങൾ, അവരിതാ സിറാത്ത് പാലത്തിന്റെ അരികിൽ വന്ന് നിൽക്കുന്നു. ഇതൊന്നും ഇപ്പൊ വായിച്ച് പറയാൻ നേരമില്ല. ഞാനത് കണ്ടത് പറയാണ്, കാണാത്തത് പറയല്ല, വെറുതെ ഇല്ലാത്തത് പറയല്ല. സിറാത്ത് പാലത്തിന്റെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ ആ ആബിദീങ്ങളോട്, ഇബാദത്ത് ചെയ്ത മഹാന്മാരോട്, സ്വാലിഹീങ്ങളോട് മലക്കുകൾ പറയാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് അങ്ങ് പൊയ്ക്കോ, നിങ്ങൾ കുറെ ഇബാദത്ത് ചെയ്തതാണല്ലോ, അവിടെ സ്വർഗത്തിലേക്ക് അങ്ങ് പൊയ്ക്കോ. എന്നാൽ ആ സിറാത്ത് പാലത്തിന്റെ അരികിൽ ആലിമീങ്ങൾ വന്നു നിൽക്കുമ്പോ ആ ആലിമീങ്ങളോട് ഖീല ലഹു, ആലിമീങ്ങളോട് മലക്കുകൾ പറയുമത്രേ, നിങ്ങൾ എവിടെ നിക്കി, പോകാനായിട്ടില്ല, എവിടേക്ക് പോകുന്നേ, ഓടുന്ന എവിടേക്ക്? ആലിമീങ്ങളോട് മലക്കുകൾ അവിടെ നിന്ന് പറയാണ്, നിങ്ങൾ ഏടക്ക് ഓടുന്ന, ഏടക്ക് ഓടാനായിട്ടില്ല, പോവാനായിട്ടില്ല, നിങ്ങ മാത്രം സ്വർഗത്തേക്ക് പോയെങ്കാവാ. നിങ്ങ ആരാരെ ചോരെല്ലാം കഴിച്ചവരല്ലേ, ആരാരെ ഭക്ഷണം കഴിച്ചിട്ട് കിതാബ് ഓതിയവരല്ലേ, ആരാരെ ചായ കുടിച്ചിട്ട് ഇൽമു പഠിച്ചവരല്ലേ, ആരാര് വാങ്ങിത്തന്ന കുപ്പായം ധരിച്ചിട്ട് നിസ്കരിച്ചവരല്ലേ? മുത്താലിമിയൊക്കെ അങ്ങനെ കൊടുക്കാം. പഴയ കാലങ്ങളിലൊക്കെ നാട്ടിലെ ദർസുണ്ടെങ്കിൽ ആ നാട്ടിലെ ഉമ്മാന്റെ മോൻ ഗൾഫിൽ നിന്ന് വരുമ്പോ ഉമ്മാനോട് മോൻ ചോദിക്കും. അതാണ് ഒരു മര്യാദ ഉള്ള മോൻ. അങ്ങനെയാണ് മര്യാദ ഉള്ള മോൻ. അങ്ങനെയാണ് വരുമ്പോ ഉമ്മാനോട് ചോദിക്കും. ഇതങ്ങനെയല്ല, എല്ലാ ലിസ്റ്റും ഭാര്യനോട് ചോദിക്കും. എല്ലാ പിന്നെ ഉമ്മ മീത്തു ഈ മോനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ ഇന്നത് വേണമെന്ന് പറഞ്ഞവൻ പറയും, യാ നീ എന്റെ ഉമ്മ നുപ്പാടെ മേ ചൊല്ലാത്ത ഉമ്മ, നിന്റെ മർമോലെല്ലാം ചൊന്നിട്ടായിത്തല്ലേ, ഇപ്പമേ ലഗേജ് എല്ലാം നിറഞ്ഞിട്ടിക്കുമ്മ, ഇനിപ്പ എന്ത് ലഗേജില്ല, ഏത് ലഗേജിലപ്പ, ഉമ്മ പറഞ്ഞത് കൊണ്ടുവരാൻ പറ്റാത്തവൻ എന്ത് ലഗേജ്? ഭാര്യ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് അവിടെ ബാക്കി വെക്ക്, അടുത്ത് വരുന്ന ആള് കൊണ്ടുവന്നോളൂ. ഉമ്മാക്ക് എന്ത് വേണം അത് കൊണ്ടുവന്ന് കൊടുക്കണം. ഇന്ന് എന്റെ ദർസിൽ ഒരാൾ വന്നു, എനിക്ക് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോ വളരെ സന്തോഷം തോന്നിപ്പോയി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ എല്ലാ തകരാറും വരുന്നത് തന്നെ. അപ്പോ അയാള് ഞങ്ങളെ ദർസിന്റെ തൊട്ടടുത്ത വീട്ടുകാരനാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, അദ്ദേഹത്തിന്റെ മകൻ എന്റെ ദർസിൽ പഠിക്കുന്നുണ്ട്, ഒരു മകൻ. അപ്പൊ അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാനും ഭാര്യയും എന്റെ 2 മക്കളെയും ആൺമക്കളെയും, അതായത് എന്റെ ദർസിൽ പഠിക്കുന്ന മുത്താലിമിനടക്കം ഉംറക്ക് പോവാണ്, ഞങ്ങള് അതിന് സമ്മതം തരണം. അപ്പൊ അവരേതായാലും ഉംറക്ക് പോകുന്ന കാര്യം പറയാനും എന്റെ ദർസിൽ പഠിക്കുന്ന മോന് ഉംറക്ക് കൊണ്ടുപോകാൻ സമ്മതം തരണം. അപ്പൊ എനിക്ക് വലിയ സന്തോഷം തോന്നിപ്പോയി. അപ്പൊ എന്നിട്ട് ഞാൻ ചോദിച്ചു, അയാൾക്ക് ഒരു മകളും കൂടിയുണ്ട്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചപ്പോ മോളെ കൊണ്ടുപോകുന്നില്ലെന്ന് ചോദിച്ചു. മോളെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. അപ്പോ മോളെ കൊണ്ടുപോകുന്നില്ലേ? എന്നാ പിന്നെ മോൾക്ക് ഒരു ഇതാവൂലേ? അപ്പൊ പറഞ്ഞു, മോളെ കൊണ്ടുപോയിരുന്നു ഉസ്താദേ, പിന്നെ മകളെ ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും അവർ ഉംറക്ക് പോയിട്ടില്ല. അപ്പൊ അവര് പോകാതെ ഓളെ, അതിപ്പോ ന്യായമൊന്നും അല്ല കേട്ടോ, കൊണ്ടുപോകുമ്പോ ഈ ഉംറ ഹജ്ജ് എന്നെല്ലാം പറഞ്ഞ പിന്തിപ്പിക്കേണ്ട വിഷയമൊന്നുമല്ല. കുറെ കാലം ഇവിടെ ജീവിക്കുന്നു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പിന്തിപ്പിക്കുന്നതിന് വിരോധമൊന്നുമില്ല, ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ പിന്തിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് വേഗം ചെയ്യേണ്ട കാര്യമാണ് അതൊക്കെ. പക്ഷെ എന്നാലും ഇയാള് ശ്രദ്ധിക്കുന്ന ഒരു കാര്യങ്ങൾ നോക്ക്. എന്താ ശ്രദ്ധിച്ചേ? എന്റെ മോളെ കാക്കും മാമിയും, അതായത് മകളെ ഭർത്താവിന്റെ ഉമ്മയും ബാപ്പ അവർ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ അവരോട് ഇങ്ങനെ പറയുമ്പോ അവർക്കൊരു വിഷമൊന്നും ഉണ്ടാവൂല, എന്നാലും അത് ശ്രദ്ധിക്കുകയാണ്, വലിയ വിഷയമാണ്. അപ്പൊ പഴയ കാലത്തെ ഈ ഉമ്മമാരൊക്കെ മക്കളോട് പറയും, മോൻ വിളിച്ചോട് ചോദിക്കും, ഉമ്മ എന്തെങ്കിലും വേണോ അമ്മ ചോദിക്കുമ്പോ, മോന് നക്കെന്ത് വേണ്ടപ്പ, നക്കി വയസ്സായിട്ട് നക്കെന്തരപ്പന് എന്തും വേണ്ട, ആയെങ്കിൽ ഞങ്ങൾ ഔത്തുകു ചോറുകു പണ്ടേ ആ കിടാവുക എന്തെങ്കിലും കൊണ്ടബ്ബ, ഷർട്ട് പീസ, തുണിയുടെ പീസ, അങ്ങനെ പറയാ, ഷർട്ട് പീസ, അത്തർ. പണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടിയിരുന്ന ഒരു അത്തറായിരുന്നു ജന്നാത്തുൽ ഫിർദൗസ്. ഞങ്ങൾക്ക് പരിചയണ്ട? അതിന്റെ ഉള്ളിൽ തന്നെ ഒരു പരുത്തി ഉണ്ടാവും, അതിങ്ങനെ എടുത്തിട്ട് ഇവിടെയും അപ്പോ അതിങ്ങനെ പുരട്ടും. ജന്നാത്തുൽ ഫിർദൗസ് നിങ്ങൾക്ക് അറിയില്ലേ?
പച്ച പച്ച. ആ പിന്നെ എന്ത് നല്ല സ്മെല്ലാണിത്. വരുന്നവരൊക്കെ അത് കൊണ്ടുവരും. അപ്പൊ പള്ളിത്തെ വരുമ്പോ കുറെ കെട്ട് കൊണ്ടുവരും. പള്ളിത്തെ ഓരോ ഉസ്താദുമാർക്കും കൊടുക്കും. ഒപ്പം ഭക്ഷണം കഴിക്കാൻ വരുന്ന മുത്താലിമിനും കൊടുക്കും. ആ മുത്താലിമിന് ഒരു ഷർട്ട് പീസ്, ഒരു മുണ്ടാസ്, ഒരു തൊപ്പി, അതാ പണ്ടത്തെ. പിന്നെ എല്ലാരും തോപ്പും ഉള്ളിൽ പാന്റും ആയി പോയി. പണ്ടങ്ങനെയല്ല, കേട്ടി തുണി എന്ന് പറഞ്ഞിട്ട് ഒരു തുണി ഉണ്ടായിരുന്നു. കര ഉള്ളത് വേറെ, കര ഇല്ലാത്തത് വേറെ. അന്നൊക്കെ അങ്ങനെ. ഇപ്പൊക്കെ ആരാറ് തരുന്നത് ഇടുകയാണ്. അന്നങ്ങനെയല്ല, ഞങ്ങനെ പോയിട്ട് വാങ്ങി എടുത്തുകൊണ്ടിരുന്നതുണ്ട്. കരയുള്ള കേട്ടി തുണി വേറെ, കര ഇല്ലാത്തത് വേറെ. ഏത് വേണോ? ചില ആളുകൾ കര ഉള്ളത് തന്നെ വാങ്ങും, എടുത്തിട്ട് കരടങ്ങില്ലാതെ ആക്കിയിട്ട് എടുത്തിട്ട് കളയും. അങ്ങനെ ഉണ്ട്. ഞാൻ വെറുതെ പറയല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, അന്ന് മക്കളോട്, ഗൾഫിലുള്ള മക്കളോട് അന്നത്തെ ഉമ്മമാർ പറയും, ഭക്ഷണം കഴിക്കാൻ വരുന്ന കുഞ്ഞുണ്ട്, ആ കുട്ടി പഠിക്കണ മുത്താലിമാണ്, ആ കുട്ടിക്ക് ഡ്രസ് പീസ് കൊണ്ടുവരണം. ഓ, അങ്ങനെ കുപ്പായം വാങ്ങിക്കൊടുത്തവർ, ഭക്ഷണം തന്നവരെല്ലാം നിങ്ങൾക്കില്ലേ? പിന്നെങ്ങനെയാണ് നിങ്ങൾ ഒറ്റക്ക് സ്വർഗത്തിൽ പോകുന്നത്? സിറാത്ത് പാലത്തിന്റെ അരികിൽ നിൽക്കുന്ന ആലിമീങ്ങളോട് മലക്കുകൾ പറയും, ഇശ്ഫഉ മൻ അഹ്ബബ്ത. അങ്ങനെ നിങ്ങൾ സ്നേഹിച്ച് നടന്നവർ, നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിച്ച് നടന്ന ജനങ്ങളെയും കൂടി സ്വർഗത്തിൽ കൊണ്ടുപോയിക്കോ. ആ വലിയ നേട്ടം മറന്നു കളയരുത്. ഇത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.